ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പുഡിങ് വേണമെങ്കിൽ പറയാം. അത് നമുക്ക് ഹൽവ പോലെ അങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ പുഡിങ് പോലെയാണ്, കുട്ടികൾക്ക് അതുപോലെയാണ് ഇഷ്ടം. അപ്പോൾ അതുപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. 2 കപ്പ് ചോറാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇങ്ങനെ വൈറ്റ് ചോറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മട്ടരിൻ്റെ ചോറാണെങ്കിലും എടുക്കാം, ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതൊന്ന് അരഞ്ഞിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് പാലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതിന് വെറും വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് പാലും പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പുഡിങ് മാതിരിയാണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് പാലും പാട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെറും വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. നല്ലവണ്ണം പേസ്റ്റ് പോലെ ഇതാ കണ്ടില്ലേ, ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിക്ക് ഒരു 3 അച്ചോളം ശർക്കര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം എന്ന് വെച്ചാൽ അത്രയും ശർക്കര എടുക്കാം. ഇനി അതിലേക്കൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഈ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഏത് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. മൈദപ്പൊടി വേണമെങ്കിൽ മൈദപ്പൊടി എടുക്കാം, അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം, ഗോതമ്പ് മാവാണെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം, ഏത് പൊടി വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ഒരു 4 സ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 കപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 2 സ്പൂണ് മൈദപ്പൊടി മതി കേട്ടോ. അല്ല, 1 കപ്പാണെങ്കിൽ 2 സ്പൂണ് മൈദപ്പൊടി മതി. ഞാനിപ്പോൾ 2 കപ്പ് എടുത്തുകൊണ്ടാണ് 4 സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഹൽവ മാതിരി വെട്ടി ഇങ്ങനെ കഴിക്കാനാണെങ്കിൽ ഒരു 5 സ്പൂണൊക്കെ എടുക്കാം കേട്ടോ. ഹൽവ മാതിരി ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ അതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചാനൽ പോയി നോക്കിയാൽ കാണാം. നമ്മൾ ശർക്കരയൊക്കെ ഒന്ന് ഉരുക്കി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശർക്കരയൊക്കെ ഫുള്ളായിട്ട് ഉരുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ശർക്കരയിൽ കുറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. ഇതിൽ വലിയ കുറുമ്പുകളൊന്നും ഇല്ല, ഞാനതിന് മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇതിക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ അരച്ച് വെച്ച ചോറുണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നന്നായിട്ട് ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ശർക്കര എടുത്താൽ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ഇളക്കിയും കൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ വേഗം അടിക്ക് പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി അതുകൊണ്ട് വല്ലാതെ പിടിക്കില്ല, എന്നാലും ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ മൈദപ്പൊടി മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും പാടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ വേഗം അത് കട്ടായി നിൽക്കും. അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുക്കുക, ഏത് പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. കോൺഫ്ലവർ ആണെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. കണ്ടില്ല, ഇങ്ങനെ ഈ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ
വിട്ട് പോരുന്ന ആ രീതിക്ക് ഇങ്ങനെ ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ നല്ലവണ്ണം ചട്ടിയിൽ നിന്ന് വിട്ട് പോരും വരെ ഇത് ഇളക്കിയെടുക്കുന്നില്ല. നിങ്ങൾ ഹൽവ മാറ്റി കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാനാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അതിന് മുന്നേ ഞാനിതിനുള്ള പാത്രം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തുകൊണ്ട് അതും ചേർത്ത് കൊടുത്ത് അടിയിൽ കുറച്ച് എണ്ണാക്കി കൊടുക്കുക. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പുഡിങ് പോലെ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. മുകളിൽ ആണെങ്കിൽ ചെയ്ത് കൊടുത്താലും മതി. ഈ ഒരു രീതിക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ചട്ടിയിൽ നിന്ന് ഇങ്ങനെ അധികം പോന്നിട്ടുമില്ല. ഇനി ഹൽവക്കാണെങ്കിൽ ഈ ചട്ടിയിൽ നിന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ പോന്ന് ഇങ്ങനെ പിന്നെ വേറിട്ട് നിൽക്കും കേട്ടോ. അതുപോലെ ആവും വരെ പിന്നെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ ഉള്ളൂ നമ്മൾ കഷ്ണങ്ങളാക്കി എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നല്ലവണ്ണം ചട്ടിയിൽ നിന്ന് പോരാനായിട്ടില്ല. ഞാൻ ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്കൊന്ന് കേട്ടോ, പാത്രത്തിൽ നിന്ന് വിട്ട് പോന്നിട്ടില്ല കേട്ടോ. വിട്ട് പോരും വരെ ഇളക്കിയെടുത്താൽ നമുക്ക് ഹൽവ വേണമെങ്കിൽ ആക്കിയെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ഞാൻ ഒരു പുഡിങ് മാതിരി സ്പൂൺ കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിക്കാണ് കേട്ടോ. പിന്നെ അതായത് ഈ പന വരകിയതൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ഒരു രീതിക്കാണ് ഇത് കിട്ടുക. അത് നല്ലവണ്ണം ചൂടാറണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കുമ്പോൾ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് പോരുന്നതൊക്കെ ഉണ്ട്, കണ്ടില്ലേ. കുറച്ചൊക്കെ കട്ടി കാണാനും ഇപ്പോൾ പുഡിങ് മാതിരിക്കുള്ള ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, അത് കുറഞ്ഞ ഒരു ലൂസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചോറ് കൊണ്ടുള്ള പുഡിങ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു പുഡിങ്ങാണിത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രക്കാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, വീണ്ടും കാണാം.